السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات دروس اللغة العربية لغير الناطقين بها، وما زلنا ندرس الجزء الثاني من سلسلة دروس اللغة العربية. ഖുർആൻ പഠനത്തിന് എളുപ്പമുണ്ടെങ്കിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. هل تذكرون أين وقفنا؟ في أي صفحة أو في أي صفحة؟ هل تسمعون؟ هل تسمعون يا إخواني ولا أخواتي؟ نعم نسمعون. نعم نسمع. طيب قولوا في أي صفحة وقفنا؟ സൗണ്ട് വളരെ കുറവാണ്. സൗണ്ട് കുറവാണല്ലോ. സൗണ്ട് കുറവാണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. طيب في أي صفحة وقفنا؟ അതുകൊണ്ട് കുറവായതുകൊണ്ടാണ് കേൾക്കാത്തത്. الدرس الثاني ലാസ്റ്റ് الدرس الثاني صفحة رقم കംപ്ലീറ്റ് ആയി. ദർസ് താലീസും എടുക്കണ്ടത്. درس الثالث ആണ് എടുക്കാനുള്ളത് ഇനി. لا تمرين. ما قرأنا التمارين. ما قرأنا التمارين. التمرين لا علامة الصحيح وعلامة الخطأ. ഇവിടെ എന്ത് ചെയ്യണം? لا هذه العلامة എന്ന് പറഞ്ഞാൽ അലാമത്ത് ഇവിടെ ഒന്നാമത്തെ അലാമത്ത് സഹീഹ്, രണ്ടാമത്തെ അലാമത്ത് ഖത എന്ന് വായിക്കണം കേട്ടോ. ശരി അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹാദിഹി ഈ അടയാളം കൊടുക്കാന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം അലാമത്ത് സഹീഹ് അലാമത്ത് ഖത. ഖത അറിയാലോ, മിസ്റ്റേക്ക്. മിസ്റ്റേക്ക്, സഹീഹ് ശരി. അപ്പൊ അത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള പാഠം വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. تأمل ما يلي: حامد طالب، حامد ليس بطالب. الطلاب صغار، الطلاب ليسوا بصغار. ഓക്കെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. أدخل ليس على الجمل الآتية. أدخل ليس على الجمل الآتية. أدخل എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റർ, പ്രവേശിപ്പിക്കുക. പ്രവേശിപ്പിക്കുക. പ്രവേശിക്കൂ എന്നുള്ളതിന് എന്താ വാക്ക്? ആണോ? പ്രവേശിപ്പിക്കൂ. ഈ ആണോ? അപ്പൊ അല്ലോ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലോ എന്ന് എങ്ങനെ പറയും?
ഉദ്ഖുൽനി ഊ ആണോ? പ്രവേശിപ്പിക്കൂ. അദ്ഖിൽനി അൽ ജന്ന, അദ്ഖിൽനി എന്നല്ലേ? അൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന, അദ്ഖിൽനി അൽ ജന്ന. ഞങ്ങളെ എന്നാണ് അദ്ഖിൽന, അല്ലാഹുമ്മ അദ്ഖിൽന അൽ ജന്ന. നമ്മൾ പഠിക്കുന്ന വാക്കും കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കും. അത് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തണം. അപ്പൊ അദ്ഖിൽ പ്രവേശിപ്പിക്കൂ എന്ന് എഴുതിയാൽ ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം വാക്കുകൾ ഉണ്ടാക്കാം. അതാണ് പഠനം. അദ്ഖിൽ ലൈസ അലൽ ജുമലിൽ ആതിയ, അലൽ ജുമലിൽ ആതിയതി ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ റീറൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും എന്താണ്? ഇത് കറക്റ്റ് ഇങ്ങനെ വായിച്ച് പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. അൽ ബാബു മുഗലഖുൻ, ലൈസ ചേർത്ത് എങ്ങനെ പറയും? ലൈസൽ ബാബു ബിമുഗലഖിൻ. ബി മുഗലഖിൻ. അൽ മാഉ ബാരിദുൻ. അടുത്ത ആള്. ലൈസൽ മാഉ ബിബാരിദിൻ. ലൈസൽ മാഉ ബിബാരിദിൻ. ഹിഷാമുൻ മരീദുൻ. ലൈസൽ ഹിഷാമു ബിമരീദിൻ. അൽ ഹിഷാമു ഉണ്ടോ? ലൈസ ഹിഷാമു ബിമരീദിൻ. ഹിഷാമു. ലൈസ ഹിഷാമുൻ. ലൈസ ഹിഷാമുൻ എന്നാണ്. ആമിനത്തു തബീബത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആമിനത്തു ലൈസത്ത് ബി തബീബത്തിൻ. അപ്പൊ എന്ത് പറയണം? ഹിഷാമുൻ മരീദുൻ. ഹിഷാമുൻ അൽമാ ബാരിദുൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അൽമാ ബാരിദുൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ലൈസൽ മാഉ ബിബാരിദിൻ. ലൈസൽ മാഉ ബിബാരിദിൻ. എന്താ പറഞ്ഞത്? അത്തുല്ലാബു സിഗാറുൻ. അത്തുല്ലാബു ലൈസു ബി. ആ, അപ്പൊ എന്ത് പറയണം? അൽ ഫത്തയാത്തു. എന്ത് പറയും? ഹിഷാമുൻ ലൈസ ബിമരീദിൻ. ഹിഷാമുൻ ലൈസ ബി മരീദിൻ. അൽമാഉ ലൈസ ബി ബാരിദിൻ. ജുംലത്തുൽ ഇസ്മിയയില് ആദ്യം ലൈസ ചേർക്കണ്ടേ? ഹിഷാമുൻ ലൈസ ബിമരീദിൻ. ഹാമിദുൻ ലൈസ ബി താലിബിൻ. അപ്പൊ ഹിഷാമുൻ ലൈസ ബി മരീദിൻ. ഹാമിദുൻ താലിബുൻ. ഹാമിദുൻ ലൈസ ബി താലിബിൻ. അപ്പോ ഹിഷാമുൻ മരീദുൻ. ഹിഷാമുൻ ലൈസ ബി മരീദിൻ. അത്തുല്ലാബു ലൈസു ബി സിഗാരിൻ. അപ്പൊ അൽമാഉ ലൈസ ബി ബാരിദിൻ. ഹിഷാമുൻ ലൈസ ബി മരീദിൻ. അബി ليس بنائم. الدرس صعب. الدرس ليس بصعب. ليس بصعب. صعب എന്താ മീനിങ്? പ്രയാസ, ഡിഫിക്കൽട്ട്. അതിന്റെ ഓപ്പോസിറ്റ് സഹല്. അൽ മസ്ജിദ് ഖരീബുൻ. ليس المسجد المسجد ليس مسجد ليس بقريب. ليس بقريب.
ഓക്കെ, അങ്ങനെ എഴുതിയുണ്ട്. അത്തഫിലു ജൗആനു. الطفل ليس الطفل جوعان ليس جوعان جوعان بجوعان ജൗആനിയ. جوعان 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 ഞാൻ എന്തുകൊണ്ട് പറഞ്ഞ് ليس ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ട് അത് കസറിന് സ്വീകരിക്കും. കസറിന് പകരം ഫത്തഹ കൊടുക്കേണ്ടത്, ഫത്തഹാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ദി ജൗആന എന്ന് എഴുതുന്നത്. ആൻ ഉള്ള വാക്കുകളെല്ലാം ആരെയും നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആനുള്ള വാക്കുകളെല്ലാം വയറ് മുൻസരിപ്പായ വാക്കുകളെല്ലാം എഴുതി വെച്ചോ? കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ബുക്ക് പഴയതായോ? അല്ല, പഴയ ഒന്നാം ഭാഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ബുക്ക് പഴയതല്ല, കഴിഞ്ഞ ബുക്ക് എക്സ്പയർ ആയോ? അതിനാണ് ഞാൻ പറഞ്ഞത്, ബുക്ക് എന്ത് ചെയ്യണം, നല്ല ബുക്ക് വാങ്ങി സൂക്ഷിച്ചു വെക്കണം. അത് ഡയറികളോ നിങ്ങൾ 2025 ഡയറി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ 2025 ഇത് പഠിക്കാൻ തുടങ്ങിയത്, 2024 പഠിക്കാൻ തുടങ്ങി. 2024 ഡയറി വാങ്ങി വെച്ചിരുന്നെങ്കിൽ 2024 പഠിക്കാൻ പറ്റും. അപ്പോൾ 2-3 ഡയറി വാങ്ങി വെച്ചേക്കുക. അപ്പൊ ഓരോന്നും നിങ്ങൾക്ക് കുറെ നാളത്തേക്ക് എഴുതാണ്ടാവും. അങ്ങനെ ലൈഫ് ലോങ് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ഇതായിട്ട് എഴുതി വെക്കണം. എക്സസൈസ് ഒക്കെ എഴുതി കളഞ്ഞാലും കുഴപ്പമില്ല. അതിന് കുറെ വാക്കർത്ഥം നിങ്ങളിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇനം തിരിച്ചു ആരിഫ് വേറെ, ഹബ്ജ് തുടങ്ങുന്നത് വേറെ, ബായി തുടങ്ങുന്നത് വേറെ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര പഠനമായിരിക്കും. ഏകവചനം ബഹുവചനം വേറെ എഴുതി വയ്ക്കുക, അതേപോലെ പര്യായപദം വേറെ എഴുതി വയ്ക്കുക, വിപരീത പദങ്ങൾ വേറെ എഴുതി വയ്ക്കുക. അത് ഭയങ്കര പഠനമായിരിക്കും. നമ്മൾ സ്വന്തം തയ്യാറാക്കുന്ന ഡിക്ഷണറി അല്ലെങ്കിൽ ഇതുപോലത്തെ ഗൈഡ്, ഇതൊരു ഭയങ്കര എന്താ പറയാ ഒരു സ്റ്റഡി ടൂൾ ആയിരിക്കും. ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ 2.5-3 വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു എൻസൈക്ലോപീഡിയ ഉണ്ടാകുന്നത്. ഇതിലെന്തോ ബുക്ക് ചെയ്യുന്നതിന്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു സംഭവമായിരിക്കും നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന സാധനം. കാരണം കുറെ എക്സ്ട്രാ സംഗതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഖുർആൻ വായിക്കും വേറെ എക്സ്ട്രാ കുറെ സാധനങ്ങൾ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എഴുതി ചേർക്കാൻ പറ്റും. al-misalain read the 2 examples. ثم أدخل, then enter ليس على الجمل الآتية. 2 ഉദാഹരണം വായിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിന് അതുപോലെ മറ്റ് ഉദാഹരണങ്ങൾ, മറ്റ് വാക്യങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ലൈസ പ്രവേശിപ്പിക്കുക. هو تاجر وليس بتاجر. هو من اليابان. هو ليس من اليابان. السيارة جميلة. هو ليس السيارة جميلة. هي هو ليس എന്തോ സംഭവം, هو ليس അല്ല, هي ومن اليابان. هو ليس من اليابان. ഇവിടെ എന്താ سيارة പറഞ്ഞു. السيارة جميلة. هي ليس السيارة جميلة. ഇവിടെ ഹുവ പറഞ്ഞെടുത്താണ് ഹുവ ലൈസ എന്ന് പറയേണ്ടത്. സയ്യാറത്ത് എന്ന് പറഞ്ഞെടുത്ത് എന്ത് പറയണം? ليست. هي ليست. السيارة ليس بجميلة. ليس بجميلة. ليست بجميلة. سوري, ليست بجميلة. السيارة ليست بجميلة. اوكي, أنا غني. أنا ليس غني. أنا ليس بغني. غني. أنا ليس بغني. أنت فقير. أنا سوري أنا പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? أنا ലൈസ. أنا ليس ആണോ പറയാ? أنا لست. أنا لست بغني. أوكي, أنت فقير. أنت لست بفقير. أنت لست بفقير. അവിടെ അന്ത ഉപയോഗിക്കാതെയും പറയാം. അന്ത ഉപയോഗിക്കാതെയും പറയാം. അനയെടുത്ത് അന ഉപയോഗിക്കാതെയും പറയാം. ലസ്തു ബിഗനിയ്യിൻ എന്ന് മാത്രം പറയാം. അതേപോലെ
ലസ്ത ബി ഫക്കീരിൻ എന്ന് മാത്രം പറയാം. കാരണം ലസ്തയില് അൻത ഉണ്ട്, ലസ്തു എന്ന് പറയുന്നതിൽ അനയുണ്ട്. അപ്പൊ അവിടെ അന ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും പറയാം, അല്ലെങ്കിൽ സർവനാമം ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും പറയാം. ഓക്കെ, ഇവിടെ ഉദാഹരണം പറഞ്ഞെടുത്ത് മിൻ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഉദാഹരണത്തിലുള്ളത്. ഹുവ താജിറുൻ ഹുവ ലൈസ ബി താജിരൻ. ഹുവ മിനൽ യാബാനി വന്നപ്പോഴത്തേക്ക് എന്താണ് ഹുവ ലൈസ മിനൽ യാബാനി, അവിടെ തീ ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം മിൻ വന്നതുകൊണ്ട് മിൻ എന്താണ് കസറത്തിന്റെ പദമാണ്. അപ്പൊ ബിക്ക് പകരം ബി കസറത്തിന്റെ പദമാണ്. അവിടെ കസറത്തിന്റെ പദത്തിന് പകരം വേറെ കസറത്തിന്റെ പദം വന്നു, മിൻ വന്നു. അപ്പൊ പിന്നീട് ബി ചേർക്കേണ്ടി വരില്ല. ബി രണ്ട് പ്രൊപ്പോസലിന് ഒരുമിച്ച് ചേർക്കാൻ പറ്റില്ല. ഹിയ മിനൽ ഇറാഖ്. هي ليست من ليست العراق. من العراق. ലൈസത്ത് ലൈസത്ത് മിനൽ ഇറാഖ് എന്ന് പറയാം, ഹിയ ലൈസത്ത് മിനൽ ഇറാഖ് എന്നും പറയാം. നഹ്നു അസ്കിയാഉ. ലസ്തു നഹ്നു ആരാ ലസ്തു പറഞ്ഞത്? نحن لسنا لسنا അസ്കിയാ ബി അസ്കിയാ അസ്കിയാ. അപ്പൊ നമ്മള് തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾ എഴുതുമ്പോൾ 2-3 കാറ്റഗറി ആയിട്ട് തിരിച്ചെഴുതണം. തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ആനുവിൽ അവസാനിക്കുന്ന എന്താണ്? ജൗആനു, അതൊരു ഇനമാണ്. അത് തന്നെയും ആനുവിൽ അവസാനിക്കുന്നത് വേറെയും ഇനം ഉണ്ടല്ലോ. ആനുവിൽ അവസാനിക്കുന്നത് വേറെ ഒന്നുള്ളതാണ് എന്റെ ഓർമ്മ. ജൗആനു എന്നുള്ള ഒരു ഇനമാണ്. അപ്പോ അസ്കിയാ വരുന്നത് എന്താണ്? ആയിൽ അവസാനിക്കുന്നത് വേറെ ഒരു ഇനമാണ്. അപ്പൊ 1-2 പേജ് ആനിൽ അവസാനിക്കാൻ കൊടുക്കണം, പിന്നെ ആയിൽ അവസാനിക്കുന്ന വേറെ 1-2 പേജ് കൊടുക്കണം. 2 പേജ് ഫേസ് ടു ഫേസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. 2 പേജാണ് കൊടുക്കുന്നതെങ്കിൽ 2 പേജ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 പേജ് അപ്പുറം കൊടുത്താൽ എളുപ്പമായിരിക്കും. അടുത്ത പേജ് മറിച്ച് അതിന്റെ അപ്പുറം വേറെ ഒരു ഇനം കൊടുക്കുക. അപ്പോ ആ വന്നത് പഠിച്ചു. ഹുവ അജബുൻ. ഹുവ ലൈസ ബിഅസബിൻ, അല്ലെങ്കിൽ ലൈസ ബിഅസബിൻ. അപ്പൊ അസബ് എന്താ? എന്താണ്? ആ, ബാച്ചിലർ. ബാച്ചിലർ. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ്. ഒന്ന് ഒറിജിനലി ബാച്ചിലർ, വിവാഹം കഴിക്കാത്ത. രണ്ടാമത്തെ വിവാഹിതനാണെങ്കിലും ബാച്ചിലർ സ്റ്റാറ്റസിൽ താമസിക്കുന്ന ആൾക്ക് അസർ എന്ന് പറയും. ഗൾഫിൽ വരുമ്പോഴത്തേക്ക് ആള് എന്താ അസബ് മഅൽ ആയില എന്ന് ചോദിക്കും. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ആളാണോ അല്ല ബാച്ചിലർ ആണോ എന്ന് ചോദിക്കും. നമ്മൾ റെന്റിനെടുക്കാൻ ചെല്ലുമ്പോൾ ഫാമിലി അപ്പാർട്ട്മെന്റ് ആണോ വേണ്ടത് അല്ല ബാച്ചിലർ അപ്പാർട്ട്മെന്റ് ആണോ വേണമെന്ന് ചോദിച്ചാൽ അസബ് മഅൽ ആയില എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആയില എന്ന് ചോദിക്കും. ആയില എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. അപ്പോ അജബ് എന്ന് പറഞ്ഞാൽ വിവാഹിതൻ അല്ല എന്നല്ല അർത്ഥം. അവിടെ ബാച്ചിലർ സ്റ്റാറ്റസ് താമസിക്കുന്ന ആൾക്കും അജബ് എന്ന് പറയും. ശരിക്കും അർത്ഥം വിവാഹിതന് തന്നെയാണ്. അജബിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മുത്തസവ്വിജൻ. അടുത്ത അൽ മദരിസൂന ഫിൽ ഫുസൂലി. ليسوا في الفصول ليسوا في الفصول. ലൈസു ഫിൽ ഫുസൂലി. അവിടെ മിൻ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ലൈസു എന്ന് ചേർക്കണം.
അൻതി സക്കിയ്യത്തുൻ. لست لست ആ ലസ് لست ലസ്തി ലസ്തി ബി بذكي സക്കിയ്യത്തിൻ. يتي അപ്പൊ സക്കിയ്യത്ത് എന്താണ്? قدير ക്ലവർ ക്ലവർ ബുദ്ധിയുള്ള ക്ലവർ, ബുദ്ധിയുള്ളവൾ. അടുത്തത് അൻതും കിബാറുൻ. لستم بكبار ലസ്തും عارف ബികിബാർ. ലസ്തും ബി കിബാരിൻ. ലസ്തും ബി കിബാരിൻ. അവിടെ എല്ലാം അൻതും ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാതെയും പറയാം. അൻതും ലസ്തും ബി കിബാരിൻ എന്ന് പറയാം, ലസ്തും ബി കിബാരിൻ എന്ന് പറയാം. അടുത്തത് അൽ ആഷിറ അത്താലിബാത്തു ഫിൽ മക്തബത്തി. അത്താലിബാത്തു ലൈസ് طالبات لستن في المكتبة ലസ്തുന്ന ലസ്തുന്നയാണോ ലസ്തുന്ന ലസ്തുന്നയാണോ അത്താലിബാത്ത് പറയുമ്പോ? لستي അൽ لسنا سوري لسنا ലസ് ലസ്ന നീട്ടില്ലാതെ ലസ്ന. അപ്പൊ ഹുവ ലൈസ, ഹും ലൈസു, ഹിയ ലൈസത്, അതിന്റെ മൂട്ട ഹുന്ന ലസ്ന, ഹുന്ന ലസ്ന. ഓക്കെ. അൻതുന്ന ത്വാലിബാത്തുൻ ജുദുദുൻ. لستن അവിടെ ലസ്തുന്ന അവിടെ ലസ്തുന്ന طالبات ബി ത്വാലിബാത്തിൻ, ബി ത്വാലിബാത്തിൻ جدد ജുദു. جدد അല്ല എല്ലാ സ്ഥലത്തും ബി ചേർക്കണോ? അൻതുന്ന ലസ്തുന്ന ലസ്തുന്ന താലിബാത്തുൻ ബി ത്വാലിബാത്തിൻ ബിത്വാലിബാത്തുൻ ജുദുദിൻ. അതായത് ആ ലസ്തുന്ന ബി ത്വാലിബാത്തിൻ എന്നതാണ് അതിന്റെ യഥാർത്ഥ രൂപം. പിന്നീട് എന്താണ് ജുദുദ് അതിന്റെ വിശേഷണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ത്വാലിബാത്തിന് വിശേഷണം വരുമ്പോ ജുദുദിൻ ആക്കണം. ജുദുദ്ദീൻ ത്വാലിബാത്തുൻ ആയപ്പോ ജുദുദുൻ എന്ന് പറഞ്ഞു. ബി വന്നപ്പോൾ ബി ത്വാലിബാത്തിൻ ജുദുദിൻ. അൻതുന്ന ലസ്തുന്ന ബി ത്വാലിബാത്തിൻ ജുദുദിൻ. അങ്ങനെ പറയാം, ലസ്തുന്ന ബി ത്വാലിബാത്തിൻ ജുദുദിൻ എന്ന് പറയാം. അജിബ അൻതുന്ന ബി ത്വാലിബാത്തിൻ, അൻതുന്ന ലസ്തുന്ന ബി ത്വാലിബാത്തിൻ ജുദുദിൻ, അല്ലെങ്കിൽ ലസ്തുന്ന ബി ത്വാലിബാത്തിൻ ജുദുദിൻ. അജിബ് അൻ അസ്ഇലത്തിൽ ആതിയ ബിൻ നഫി. നഫി ആക്കണം. മുസ്തഅമിലൻ ലൈസ, ലൈസ ഉപയോഗിച്ച് ഇതാക്കണം, നെഗറ്റീവ് ആക്കണം. മുഹന്ദിസുൻ അബൂക്ക. മുഹദ്ദിസുൻ ലൈസ ലൈസ അബൂക. അജിബ് എന്നാ പറയേണ്ടത്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ബിൻ നഫി, നെഗറ്റീവ് ആയിട്ട്. ബിൻ നഫി മീൻസ് നെഗറ്റീവ് ആയിട്ട്. മുസ്തഅമിൽ ബിൻ നഫി മുസ്തഅമിലൻ ലൈസ, ലൈസ ഉപയോഗിച്ചിട്ട് മറുപടി വരാം. لا لا ലാ ليس ലൈസ أبي ليس أبي مهندس ليس أبي مهندس. ليس أبي مهندس أبي ليس مهندس അബി ലൈസ أبي ليس مهندس ലൈസ بمهندس 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 അബി ലൈസ ബി മുഹന്ദിസ്. അപ്പൊ ആ മുഹന്ദിസിന് അബൂക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് ഉത്തരം പറയാ? നിന്റെ വാപ്പ എഞ്ചിനീയർ ആണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ എന്താ ഉത്തരം പറയാ? എഞ്ചിനീയർ ആണ് അല്ല 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 അല്ല, അദ്ദേഹം എഞ്ചിനീയർ അല്ല എന്നല്ലേ പറയാ? ഡോക്ടറാണ്. ഡോക്ടറാണെന്ന് പറയാ അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്നുള്ളത് നമ്മ അറബിയിൽ എന്ത് പറയും? هو അദ്ദേഹം എഞ്ചിനീയർ അല്ല. അപ്പൊ ലാ ഹുവ ലൈസ ബി മുഹന്ദിസിൻ. ഹുവ ലാ ലൈസ ലാ ഹുവ ലൈസ ബി മുഹന്ദിസ്. അടുത്തത് ليس بمهندس ഹുവ എവിടെ പോയി? هي ആ മുദർരിസത്തിന് ഉമ്മുക്ക. لا ലാ
هي ليست هي مدرسة. هي ليس مدرسة هي ليست هي ليست مدرسة هي ليست بمدرسة بي എവിടെ പോണം ബി എവിടെ പോണം ليست بمدرسة അടുത്തത് طلاب إخوتك لا ഉം. ليس لا 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 هم ليسوا بطلاب هم ليسوا هم بطلاب ليسوا بطلاب بطلاب أممرضات أخواتك مرات أخواتك أممرضات أخواتك لا بممرضات هن لسنا لسنا بممرضات بممرضات ممرضات لا هن لسن لا هن بممرضات لا هن مبادرات هن ഇല്ലാതെയും പറയാം കേട്ടോ لا لسن بممرضات هن ചേർത്തും പറയാം لا هن لسن بممرضات അടുത്തത് ജദീദത്തിൻ സിയാറത്തുക അല്ല അതിന് മുമ്പുള്ളൂ അല്ലേ മുദരിസുൻ അൻത أنت മുദരിസുൻ هو അൻത لا هو لست لست بمدرس هو ലൈസു ആണ് هو ليس هو ليس بمدرس ليس بمدرس لا ليس بمدرس ലസ്താന്നല്ലേ ചോദിക്കുന്നത് എന്താണ് ليس أنت مدرس لست ولا ليس لا ليس لا ليس أنت ليس ലസ്തു അല്ലേ വേണ്ടേ മുദരിസുൻ അൻത എന്നാണ് ചോദ്യം അപ്പൊ എന്താ പറയേണ്ടത് അപ്പൊ ലസ്തു വേണം ഞാൻ എന്നല്ലേ വേണ്ടേ അപ്പൊ ലസ്തു ആണ് വേണ്ടത് لست لا أنا لست بمدرس مدرس بمدرس السادس أجدد أنتم لا لسنا بجدد لست لسنا نيتي പറയണം لسنا لسنا بجدد 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 جديدة سيارتك جديدة سيارتك سيارة لا لا ليست هي ليست لست بجديدة ലൈസ هي ليست അല്ല ഹിയ هي വരുമ്പോ ലൈസത്ത് ليست ഹിയ ലൈസത്ത് വരും يا بجديدة ബിജദീദത്തിൻ هي ليست بجديدة لا هي ليست بجديدة جديد طيب التمرين السابع يوجه المدرس إلى كل من الطلاب أسئلة يكون جوابها بالنفي ويرد عليها الطالب مستعملا لست ولست ഉപയോഗിച്ചിട്ട് ഉത്തരം പറയാൻ പഠിക്കണമെന്നാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ചോദിക്കുക നോക്കട്ടെ أنت مدرس يا فريد أنت مدرس يا فريد فريد ولا بوي ذهب فريد أنت مدرس يا علي أنا علي نعم 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 അപ്പൊ അലി മുദരിസാണോ ഫരീദ് ഇവിടെ ലൈസ ഉപയോഗിച്ച് പറയണമെന്നാ പറഞ്ഞത് മുസ്താമിലൻ ലസ്തു ലസ്തു ഉപയോഗിച്ചിട്ട് പറയാനാണ് പറഞ്ഞത് لا അന ലസ്തു ബി മുഹന്ദിസിൻ ലാ അന ലസ്തു ബി മുദരിസിൻ أنا لست ലസ്തു ബി മുദരിസിൻ مهندس مدرس
ഞാൻ മുദരിസായിരുന്നു. أنت طبيبة أنت طبيبة يا واحدة واحدة ആണോ വഹീദയാണോ أنت طبيبة പറയൂ لا لست لا لست بطبيب أنا لست بطبيبة طبيبة അങ്ങനെ ഓരോരുത്തരും ചോദിച്ചിരുന്ന ചിലപ്പം ഇങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞാൽ സമയം പോകും. أنت أنت مهندسة يا رقية أنت مهندسة يا رقية أين رقية؟ ذهبت. أنت مهندسة يا ساجدة. لا لست بمهندس. لا لست بمهندس. أنت مريض يا شرف الدين. لا أنا ليس أنا لست بمريض. أنا بمريض. طيب അപ്പൊ അതേപോലെ ലസ്റ്റു പെട്ടെന്ന് പറയണം കേട്ടാ. I mean അമേരിക്ക അടുത്ത ലസ്റ്റു പറഞ്ഞിട്ട് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ദ നെഗറ്റീവ് യൂസിങ് ലസ്റ്റു. ഇവിടെ ഇത് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ, നമ്മൾ ചോദിച്ചത് വേറെയാണ്. I mean അമേരിക്ക അൻതയ ആരാണ് യാ ഷാനിദ. I mean അമേരിക്ക അൻതി യാ ഷാനിദ. لا لست بأمريكا. ബി അല്ല ലസ്റ്റു മീൻ. لست من أمريكا. متزوج أنت يا شرف السيفي. شرف أنا لست بمتزوج. മുത്തസവ്വിജൻ. ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം ലസ്റ്റ് ഉപയോഗിച്ച് പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞ. أنا لست بمتزوج. أنا لست بمتزوج. മുഹന്ദിസ് നമ്മളായിരുന്നു ചോദിച്ചു. എക്രാൽ മിസാല സുമ അദഖൽ ഇന്ന അല അൽ ജുമലിലാക്കിയ ഇന്ന ഉപയോഗിക്കണം. ലീ സലാസു അഖവാത്തിൻ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അസ്ലുഹു സലാസു അഖവാത്തിൻ ലീ ഉദാഹരണം പറഞ്ഞില്ലേ. ലീ സലാസു അഖവാത്തിൻ. ലീ സലാസു അഖവാത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത്? അസ്ൽ എന്താണ്? സലാസു അഖവാത്തിൻ ലീ എന്നാണ്. അപ്പോ ലീ എന്തുകൊണ്ട് മുമ്പേ വന്നു? നാമവാക്യത്തിൽ കെസ്ർ വരുത്തുന്ന പദം വന്നാൽ കെസ്ർ വരുത്തുന്ന പദവും അത് ചേർന്ന് വരുന്ന സംഭവവും എന്ത് ചെയ്യും? മുമ്പേ വരും. അപ്പൊ അങ്ങനെയാണ് സലാസു അഖവാത്തിൻ ലീ. എനിക്ക് മൂന്ന് സഹോദരിമാരുണ്ട് എന്നാണ് പറയുന്നത്. സലാസു അഖവാത്തിൻ ലീ. അപ്പൊ ലീ യഥാർത്ഥ അവസാനമാണുള്ളത്. അപ്പൊ ലീയെ മുമ്പേ കൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കസ്ർ വരുന്ന പദം വന്നാൽ ആ കസ്ർ വരുന്ന പദത്തെ മുമ്പേ കൊണ്ടുവരും. അതേപോലെ ഇന്ന ലീ സലാസ അഖവാത്തിൻ എന്നാണ്. ഇന്ന വരുമ്പോ എന്ത് ചെയ്യണം? പത്ത കൊടുക്കണം. കാരണം എന്താ? ലീ അവിടെ യഥാർത്ഥത്തിൽ അവസാനമുള്ളതാണ്. ഇന്ന സലാസ അഖവാത്തിൻ ലീ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇന്ന കാരണമായി സലാസിന് ഫതഹുണ്ട്. ഫസ്ലി ഹംസത്തു തുല്ലാബിൻ ജുദുദിൻ. അപ്പൊ എന്ത് പറയും? ഇന്ന ഫിൽ ഫസ്ലി ഹംസത്ത തുല്ലാബിൻ ജുദുദിൻ. ഹംസത്തിന് ഇന്ന കാരണമായിട്ടാണ് ഫതഹ് വരുന്നത്. പക്ഷെ ഫിൽ ഫസ്ലി എന്ന സംഭവം അവിടെ ഇടയ്ക്കേറി വന്നേ ഉള്ളൂ. ലന മുദരിസുൻ ജയ്യിദുൻ. അപ്പൊ എന്ത് പറയും? ഇന്ന വന്നാൽ
മുദരിസൻ ജദീ ജയ്യിദാണ് കേട്ടോ, ജദീദല്ല. ജയ്യിദൻ ആ ജയ്യിദൻ ജയ്യിദൻ മുദരിസൻ ജയ്യിദൻ. ജയ്യിദൻ ഇന്നലന മുദരിസൻ ജയ്യിദൻ. ഇപ്പൊ ജയ്യിദൻ ലന എന്നുള്ളത് ലാസ്റ്റിൽ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന കാലമായിട്ട് അവിടെ മുദരിസിന് പത്ത് കൊടുത്തത്. പിന്നീട് ജയ്യിദൻ എന്താണ്? ജയ് എന്ന് പറഞ്ഞാൽ ഗുഡ്. ഗുഡ്, നമുക്ക് നല്ലൊരു അധ്യാപകനുണ്ട് എന്നാണ്. നമുക്ക് നല്ലൊരു അധ്യാപകനുണ്ട്. ഷുവർലി ഇൻ നേരത്തെ ഷുവർലി വി ഹാവ് എ ഗുഡ് ടീച്ചർ. ജയ്യിദ് നല്ലത്, മുംതാസ് വളരെ നല്ലത്, ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്, ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്. അവിടെ മാർക്ക് ഇടുന്നത് എങ്ങനെയാണ്? ആദ്യം മാർക്ക് ഇട്ടാൽ ആദ്യം ഫസ്റ്റ് എന്താണ് മക്ബൂൽ പറയും. മക്ബൂൽ എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, അക്സെപ്റ്റബിൾ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അതിന്റെ മുകളിലുള്ള അതിന്റെ ടോപ്പിലുള്ള ലെവലാണ് ജയ്യിദ് ഗുഡ്. അതിന്റെ ടോപ്പിൽ വെരി ഗുഡ് വരുമ്പോൾ ജയ്യിദ് ജിദ്ദൻ. അതിന്റെ മുകളിൽ മുംതാസ് വരും, മുംതാസ്. അതിന്റെ മുകളിൽ മുംതാസ് ജിദ്ദൻ. ഓക്കെ, ഇവിടെ ഗുഡ് എന്നർത്ഥം. ഇന്നലന മുദരിസൻ ജയ്യിദൻ. അടുത്ത സലാസ ഈ ജയ്ബി മിഅത്തു റിയാലിൻ. ജയ്ബി മിഅത്ത റിയാലിൻ. ഫിൽ ഹിന്ദി അൻഹാറുൻ കസീറത്തുൻ. إن في في الهند كثيرة أنهارا كثيرة. إن في الهند أنهارا كثيرة. إن في الهند أنهارا كثيرة. كثيرة സ്ത്രീലിംഗ വാക്യം എന്തുകൊണ്ടാ? أنهار plural അൻഹാർ ബഹുവചനമാണ്. ഫിൽ ഹിന്ദി ലാസ്റ്റ് പറഞ്ഞോളൂ. അപ്പൊ ഫിൽ ഹിന്ദി എന്ന് ഇന്ന വന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. അതായത് കസ്ർ വരുത്തുന്ന പദം വരുന്ന ഫ്രേസ് സെന്റൻസിന്റെ മുമ്പേ കൊണ്ടുവരും. അതാണ് അത് കുറച്ച് കളി കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഘടന ഉണ്ടെന്ന് പറയാൻ വേണ്ടി പഠിച്ചതേ ഉള്ളൂ. എപ്പോഴാണിത് മുമ്പേ കൊണ്ടുവരേണ്ടതെന്ന് പിന്നെ പറയും. ഇവിടെ അങ്ങനെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. കസ്ർ വരുത്തുന്ന പദം വരുന്ന ഫ്രേസ് അല്ലെങ്കിൽ കസ്ർ വരുത്തുന്ന പദവും കസ്ർ ചെയ്യപ്പെട്ട പദവും ചേർന്നതാണ് ആ ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു പദസമുച്ചയം. അത് വാക്യത്തിന് മുമ്പേ കൊണ്ടുവരപ്പെടും. അപ്പോൾ നമ്മൾ പരിഭ്രമിച്ചു പോയത് ഇന്ന കാരണം എവിടെയാ കൊണ്ട് പത്ത് കൊടുക്കാൻ. അപ്പൊ അത് വന്നു ഇന്നയാണ് ആദ്യം വരിക നാമവാക്യത്തിൽ. അപ്പൊ ആദ്യം ഇതിന്റെ ഇടയിൽ വരും. അപ്പോ ആ ഇന്ന കാരണമായി യഥാർത്ഥത്തിൽ ഇന്നയുടെ അല്ലെങ്കിൽ വാക്യത്തിന്റെ പ്രഥമഭാഗത്ത് വരേണ്ട പദം ഏതാണോ അതിന് പത്ത് കൊടുക്കണം. ലീ അൽഫ് ദൂലാരിൻ ഫിൽ മസ്രിഫ്. ലക ബർഖിയത്തുൻ ഫീ മക്തബിൽ ബരീദ്. إن لك إن لك برقية في مكتب البريد. إن لك برقية في مكتب البريد. അപ്പൊ ഇതുപോലെ പദപ്രയോഗങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തണം കേട്ടോ. ഖുർആനിൽ നിന്ന് കണ്ടെത്തുക. AI വെച്ചും കണ്ടെത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഖുർആൻ വായിക്കുമ്പോഴും കണ്ടെത്താം. ഇതുപോലത്തെ ഉദാഹരണങ്ങൾ കാണും. إن شاء الله. കസ്ര വരുത്തുന്ന ഫ്രൈസ് മുമ്പേ വരികയും എന്താണ് അല്ല അവിടെ പ്രകടമായിട്ട് വരുന്നില്ല. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി ലആയാതി. അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രകടമായിട്ട് വരുന്നില്ല. നോക്കുക, കണ്ടെത്താൻ പറ്റും. ഇപ്പൊ തന്നെ നോക്കണ്ട. ഇപ്പൊ ഈ പാഠത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത പാഠത്തിലേക്ക് പോകാം നമ്മൾ. അടുത്ത 6 കൂടെ പറയാം. ബർഖിയത്ത് എന്താ? ബർഖിയത്ത് ടെലഗ്രാം. മക്തബിൽ ബരീദി. മക്തബിൽ ബരീദ് എന്താ?
പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. വെബ് ഓഫീസ്. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. ലീ അൽഫ് ദൂലാരിൻ ഫിൽ മസ്രിഫ്. ഇന്നലി അൽഫ ഇന്നലി ലി അൽഫ അൽഫ ദൂലാരിൻ ഫിൽ മസ്രിഫ്. ലി അൽഫ ദൂലാരിൻ ഫിൽ മസ്രിഫ്. മസ്രിഫ് എന്താണ്? ഈജിപ്ത് പട്ടണം. അത് മസറാണ്. മസർ മസ്രിഫ് മസ്രിഫ് ബാങ്ക് ബാങ്ക് ആണ്. മണി എക്സ്ചേഞ്ചിന് എന്താണ്? അത് തന്നെ മസ്രിഫ് എന്ന് എക്സ്ചേഞ്ചിന് പറയാം. സർറാഫ്. അതെ, സർറാഫ് മണി എക്സ്ചേഞ്ച് സർറാഫ് എന്നും പറയാം. എക്സ്ചേഞ്ചിന് സർറാഫ് എന്നും പറയാം, മസ്രിഫ് എന്നും പറയാം. ATM നിന്ന് പൈസ എടുക്കുന്നുണ്ട് അതിനും പറയും. അതിന് മസ്രിഫ് എന്ന് പറയില്ല, അതിന് സർറാഫ് എന്നാ പറയുക. മെഷീൻ എന്ന അർത്ഥത്തിലാണ് സർറാഫ് എന്ന് പറയുന്നത്. സർറാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് പറയാണ്. പക്ഷെ സർറാഫ് എന്ന് എക്സ്ചേഞ്ചിലും പറയാം. അവിടെ എക്സ്ചേഞ്ചുകൾ കിട്ടുകയാണ്. പുതിയ വാക്കുകളൊക്കെ ഇതിനകത്തുണ്ട്. ജയ്ബിന്റെ ബഹുവചനമാണ് എന്ത്? ഇന്ന് ഖുർആൻ ഇപ്പൊ കണ്ടതാണ്. ഇന്ന വെച്ചിട്ട് ഇന്ന ഹാദിഹി തദ്കിറത്തുൻ എന്നാണ് അവിടെ കണ്ടത് മുർസലാത്തില്. അപ്പോൾ എന്താണ് കുഴപ്പം? അവിടെ മൻസൂബ് ചെയ്യാൻ ഹാദിഹി തദ്കിറത്തുൻ എന്നാണ്. ഹാദിഹി തദ്കിറത്തുൻ. ഹാദിഹിക്ക് ശേഷം അൽ ഉള്ളതാണെങ്കിലാണ് അവിടെ വേറെ നിയമം വരുന്നത്. ഹാദിഹിക്ക് ശേഷം അല്ലുള്ളതല്ലെങ്കിൽ എന്താണ്? ഹാദിഹി പ്രഥമ ഭാഗവും അതിന്റെ ശേഷം വരുന്നത് സെക്കൻഡ് പാർട്ടിലായിരിക്കും. അപ്പൊ ഹാദിഹി തദ്കിറത്തുൻ എന്നത് ഫുൾ സെന്റൻസ് ആണ്. അപ്പൊ ഇന്ന ഹാദിഹി വന്നപ്പോ ഇന്നയുടെ പത്രം എവിടെ ഉണ്ട്? ഹാദിഹിയുടെ മുകളിലാണ് ഉള്ളത്. അത് പ്രകടമാവുകയില്ല, കാരണം ഹാദിഹി അന്ത്യം ഉറച്ചതാണ്. ഹാദിഹിക്ക് ശേഷം അൽ വരെയാണെങ്കിൽ ഹാദിഹി മാറ്റിയിട്ട് നോക്കണം. ക്ലിയർ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ, ജയ്ബിന്റെ ബഹുവചനം എന്താണ്? യൂബ്. ഈ രണ്ട് വാക്കും ഖുർആനിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉസ്ലുക്ക് യദക ഫീ ജയ്ബിക. മൂസാ നബി അലൈഹി സ്വലാമിയോട് പറഞ്ഞു. പിന്നെ ജുയൂബ് കണ്ടിട്ടുണ്ടോ? ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ നമ്മൾ ഇത് അറിവ് പഠിക്കുന്നതെല്ലാം ഖുർആൻ വായിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. ഖുർആൻ മനസ്സിരുത്തി മനസ്സിലാക്കി മാത്രം വായിക്കുക. മനസ്സിലാക്കി മാത്രം വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകും. പക്ഷെ മനസ്സിലാക്കാതെ വായിച്ചാൽ നമുക്ക് ഒന്നും തിരിയില്ല. മനസ്സിലാക്കി മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ഒരു ഓഫർ ഞാൻ പറഞ്ഞുതരാം. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഖുർആൻ മനസ്സിലാക്കി വായിച്ചാൽ അവര് മലക്കുകളുടെ കൂടെ ആയിരിക്കും. വലദി യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബർറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, അപ്പൊ ജുയൂബ് എന്നെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൽ യദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഉണ്ടോ? ആയിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. അതൊക്കെ നോക്കി വായിച്ചാൽ നമുക്ക് ഒരുപാട് സംഗതികൾ കിട്ടും. എന്താ അർത്ഥം സാറേ? അത് പെണ്ണുങ്ങളുടെ പറഞ്ഞാണ്, ആണുങ്ങളുടെ പറഞ്ഞല്ല. പെണ്ണുങ്ങൾ അവരുടെ തലമക്കന, അവരുടെ മക്കന ഫ്രണ്ടിലേക്ക് ഇലട്ടെ. ചില ആൾക്കാരുണ്ട് തലയിൽ മാത്രം ഇടും. തല മറിക്കാൻ തല മറിക്കുന്നത് എന്തോ സംഭവം ഉണ്ടാവുന്നതാണ് ആൾക്കാരുണ്ട്. തല മറിക്കുന്നതല്ല അതിന്റെ ലക്ഷ്യം. അത് താഴോട്ടും നീക്കിയിരട്ടെ എന്നാണ് പറഞ്ഞത്. അത് കൽപ്പനയാണ്. ഓക്കെ, നെഹ്റു അൻഹാറുൻ ബർക്കിയത്തുൻ ബർക്കിയാത്തുൻ മസ്രിഫുൻ മസാരിഫു ഒക്കെയാണ് അതിന്റെ ബഹുവചനം. മക്തബുൽ ബരീദ് പഠിച്ചു. എന്താ അർത്ഥം? ജയ്ബ് പോക്കറ്റ്.
കഴിഞ്ഞ ആ ജൈബ് പോക്കറ്റ്. അപ്പൊ പോക്കറ്റുള്ള അതേ ആ ഭാഗത്തിനും ജൈബ് എന്ന് പറയും. ആ പോക്കറ്റ് ഇരിക്കുന്ന ഭാഗമില്ലേ, പുതിയ ഷർട്ടിലൊന്നും പോക്കറ്റ് കാണുന്നില്ല. അപ്പൊ ഈ ഭാഗം പോക്കറ്റ് വെക്കുന്ന ഭാഗത്തിന് ജൈബ് എന്ന് പറയും. അത് സാഹിത്യത്തിന്റെ ഒരു 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 പ്രയോഗമാണ്. ആ അർത്ഥത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമിയോടും ജൈബ് പറഞ്ഞത്, അതേപോലെ പെണ്ണുങ്ങളോടും ജൈബ് പറഞ്ഞത്. അല്ലാതെ മൂസാ നബി അലൈഹി സ്വലാമിക്ക് അവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നില്ല. പക്ഷേ ജൈബ് എന്ന് പറഞ്ഞാൽ ജാബ. പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ പഴയ ഷർട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഷർട്ടില് പുറത്ത് അറ്റാച്ച് ചെയ്യാണ്. പഴയ ഷർട്ടില് ഇവിടെ കീറിയിട്ടാണ് പോക്കറ്റ് ഉണ്ടാക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ അത്? ഇവിടെ കീറിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ കട്ടി സൈഡില് ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആ അപ്പൊ പോക്കറ്റ് അകത്തായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴാണ് അത് മുകളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അല്ലേ? സെപ്പറേറ്റ് പീസ് ആയിട്ടല്ല. ആ ഇപ്പൊ സെപ്പറേറ്റ് പീസാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് പോക്കറ്റ് അകത്തൊരു സഞ്ചിയായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് മുറിച്ചെടുക്കുക എന്നാണ് ജാബ എന്റെ വാക്കിന്റെ അർത്ഥം. ജാബ യജീബ്. ജാബ വാക്ക് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ജാബയല്ല, അത് ഹാബയാണ്. അത് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് അത് പരാജയപ്പെട്ടു പോയത്. മനസ്സിലായ? ജാബയുടെ കൂടെ ദസ്ത പറഞ്ഞുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. ഹാബയുടെ അർത്ഥം എന്താ? ഭയപ്പെട്ടു, പരാജയപ്പെട്ടു. ഹാഫ ഭയപ്പെട്ടു. ഹാബ എന്താണ്? ഹാബ പരാജയപ്പെട്ടു. അപ്പൊ അതിനെ തിരിച്ചു പഠിച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. ജാബ എന്താണ്? ജാബ എവിടെ പഠിച്ചു? അൽ ഫജ്റിൽ പഠിച്ചു. അവിടെ പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയെന്നൊക്കെ പഠിച്ചപ്പോ നമ്മള് തുരന്നുണ്ടാക്കിയത്. അതിൽ നിന്നാണ് ജൈബ് ഉണ്ടായത്. തുരന്നപ്പോഴാണ് ജൈബ് ഉണ്ടായത്. അവിടെ മുറിച്ചെടുത്തു. അപ്പോഴാണ് അവിടെ പോകലുണ്ടായത്. ഇങ്ങനെ പഠിച്ചാലേ പഠനം ശരിയാവുള്ളൂ. അല്ല നിങ്ങൾ അല്ലെങ്കിൽ ജാബു സഹ്റബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ തുറന്നുണ്ടാക്കിയവര് അവിടെ സുഹൃത്തിന് ഫജറാർത്ഥം പറയുമ്പോൾ ഉണ്ടാവും. പിന്നെ എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും കിട്ടില്ല. ഉസുലൊക്കെ അതൊക്കെ ഈ ജൈബിക്ക പറയുമ്പോഴത്തേക്ക് എല്ലാം മൂസാ നബി അലൈഹി സ്വലാമിയുടെ നെഞ്ചിൽ കൈവയ്ക്കാൻ പറഞ്ഞതൊക്കെ പറയും. ഇവിടെ ജൈബ് ജുയു പറയുമ്പോഴത്തേക്കും ഉള്ളൂ. പറയുമ്പോഴത്തേക്ക് സുഹൃത്തിനുള്ള ആയത്തൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പക്ഷെ പിന്നെ എവിടെയും ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് 10 മിനിറ്റ് അടുത്ത പാഠങ്ങൾ പഠിക്കണം. പാഠത്തിൽ എന്താ പഠിക്കേണ്ടത്? അടുത്ത പാഠത്തിൽ പഠിക്കേണ്ടത് ഒരു വലിയ പഠനമാണ്. പക്ഷേ അതെന്താണ്? ഒരു ലളിതമായ പഠനമാണ്. കബീറിന് എന്റെ സൂപ്പർലേറ്റീവ് ആണ് എന്ത്? അക്ബർ. കബീറിൽ എന്താണ് കിബാർ? ബഹുവചനമാണ്. കബീറിന്റെ സൂപ്പർലേറ്റീവ് ആണ് അക്ബർ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് വലിയ പഠനം എന്ന് പറഞ്ഞത്. കബീർ, അക്ബർ, ഹസൻ, അതാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ആ ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റ് എന്താണ്? മംനു അമിന സർഫാണ്. തന്മീൻ സ്വീകരിക്കാത്ത. തന്മീൻ സ്വീകരിക്കാത്ത ഒരിനം ആന് വരുന്നു, ജു ആൻ പോലെയുള്ളത്. രണ്ടാമത്തെ ഇനം നമ്മൾ പഠിച്ചത് ഇതായിരുന്നു പറഞ്ഞ് വരുന്നത്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലൂ പറഞ്ഞായിരുന്നു. സമ്പന്നന്മാരും ദരിദ്രന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്.
എവിടെയാണ്? അഗനിയാവും അഗനിയ തൻവീൻ അനിയ സിയാക്കില്ല. ഫുഖറാ അഗനിയ അഗ്നിയാ അത് ഫുഖറാ മംനൂ മിന സർഫാണ്. രണ്ടുപേർക്കും ഒരു നിയമം ബാധകമാകുന്നത് എപ്പോഴാണ്? അത് മംനൂ മിന സർഫാണ്. അഗനിയ ഫുഖറാ. അപ്പൊ അത് വരുന്നതാണ്. വരുന്നതൊക്കെ വേറെ എഴുതിയിരിക്കുക. അതേപോലെ സൂപ്പർലേറ്റീവ് വസിന് വരുന്നത് വേറെ എഴുതിയിരിക്കുക. അഫ്ലൽ തഫ്ലീൽ എന്നൊക്കെയാണ് പറയാ. അഫ്ലൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊക്കെയാണ് ഗ്രാമറിൽ പറയുന്നത്. അഫ്ലൽ തഫ്ലീൽ. ഓക്കെ. അഹമ്മദ് കം താലിബൻ ഫി ഫസ്ലിക്കും യാ അലിയു. ഇവിടെ ഒരു സംഗതി പഠിക്കാനുണ്ട്. എന്താണ്? കൗണ്ടിങ്. കൗണ്ടിങ്ങിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് 10 വരെ പഠിച്ചു അല്ലേ? 100ഉം 1000ഉം. 10 പഠിച്ചു, 100ഉം 1000ഉം പഠിച്ചു. 100,000 കാര്യങ്ങൾ പഠിച്ചു. ഇനിയുള്ളത് 20 മുതൽ 11 മുതൽ ഉള്ളതാണ്. പഠിക്കുള്ളൂ. പിന്നെ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ചില ആൾക്കാർ. ഈ മാഷന്മാരൊക്കെ 11ലും 12ലൊക്കെ പഠിച്ചാളാണ്. ഞങ്ങളൊക്കെ 10 വരെ പഠിച്ചു. ഞങ്ങളൊക്കെ 5 വരെ പഠിച്ചിട്ടുള്ളൂ. ഏതുവരെ പഠിച്ചു? 5. പേരും പറഞ്ഞില്ല, സെക്കൻഡറി എന്നല്ലേ? ഏത് സെക്കൻഡറി നമുക്ക് ആവശ്യമല്ലോ, 19 പറയില്ലല്ലോ. ഓക്കെ. കം താലിബൻ ഫി ഫസ്ലിക്കും യാ അലിയു. ഫി ഫസ്ലിന 14 താലിബൻ. അപ്പൊ ഇവിടെ 14 ഇതെന്താണ്? ഒരു തർക്കീബ്, ഒരു ഘടന ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവം. 14 14. പിന്നെന്താണ്? താലിബൻ സിംഗുലർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? 3 മുതൽ 10 വരെ പ്ലൂറൽ ഉപയോഗിക്കണം. അതിന് കെസർ കൊടുക്കുകയും വേണം. ഇവിടെ എന്താണ്? ഇവിടെ തമീസ് എന്നാണ് പറയുക. അവിടെ താലിബൻ 10 കൊടുത്താണ് നിർത്തുക. 10 കൊടുക്കുമ്പോൾ കെട്ടുള്ളതാ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അലിഫ് കൂടെ കൊടുക്കണം. 2 10 കൊടുക്കുമ്പോൾ 10 തെന്മീനാണെങ്കിൽ കെട്ടുള്ളതാ ഒഴിച്ച് ഉള്ളതിനെല്ലാത്തിനും എന്ത് ചെയ്യണം? അലിഫ് കൂടെ കൊടുക്കണം. അപ്പൊ താലിബൻ ഏകവചനം കൊടുക്കുക, അതിന്റെ കൂടെ 10 തെന്മീൻ കൊടുക്കും. താലിബൻ. 14 താലിബൻ. ഞങ്ങളുടെ ക്ലാസ്സിൽ 14 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അഹമ്മദ് അത്തുല്ലാബ് ഫി ഫസ്ലിന അക്സറു. അപ്പൊ ഒരു വഴിക്ക് 2 വിഷയം കിട്ടി. പഴയ കാര്യത്തിൽ നേരത്തെ സെന്റൻസ് പറഞ്ഞു, നേരത്തെ സെന്റൻസിൽ സംഖ്യ പറഞ്ഞു, 14 പറഞ്ഞു. രണ്ടാമത്തേൽ അത്തുല്ലാബ് ഫി ഫസ്ലിന ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അക്സറു. എന്താണ്? കൂടുതലാണ്, ഏറ്റവും അധികമാണ്. അപ്പൊ സൂപ്പർലേറ്റീവ് ഫോം വന്നാൽ മിൻ വന്നില്ലെങ്കിൽ എന്താണ്? അത് സൂപ്പർലേറ്റീവ് ആണ്. മിൻ വന്നാൽ എന്താണ്? അത് കമ്പാരിറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവ് ഫോമും ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ കമ്പാരിറ്റീവ് മിൻ വന്നാൽ കമ്പാരിറ്റീവ് ആവും, മിൻ ഇല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ആവും. അപ്പൊ അക്സറു അധികമുണ്ട് എന്നാണ് കേട്ടോ. ഫീഹി 19 താലിബൻ. അതില് 19 താലിബൻ. എന്തുണ്ട്? 19 താലിബൻ. അപ്പൊ ഖുർആൻ എടുത്തിട്ട് നിങ്ങൾ സംഖ്യ വരുന്ന ആയത്തുകൾ എടുത്ത് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എടുത്തിട്ട് ചാറ്റ് GPT നോക്കുക. നോക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സംഖ്യ വരുന്നത് ഖുർആനിൽ, അല്ലെങ്കിൽ 11 മുകളിലുള്ള 11 മുതലുള്ള സംഖ്യകൾ എവിടെയാണ് ഖുർആനിൽ വരുന്നത്? 100ഉം 1000ഉം അല്ലാത്ത. 100ഉം 1000ഉം അല്ലാത്ത. ഇപ്പൊ നമ്മൾ ചാറ്റ് GPT ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെയല്ല. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെർച്ച് കൊടുത്ത് തന്നെ കംപ്ലീറ്റ് കൊടുക്കണം. ഇതെന്ത് ചെയ്യാം? നമുക്ക് ചാറ്റ് GPT ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ഞാനിപ്പോൾ സംഖ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഈ ഇന്ന് ഞാൻ പഠിച്ചത് എന്നെ ഈ നുജൂം ഉസ്താദാണ് പഠിപ്പിക്കുന്നതോട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചാറ്റ് ജി പി ടി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചാറ്റ് ജി പി ടി അത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഈ ഉസ്താദാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയും ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ നാളെ എന്തെങ്കിലും ചോദിക്കാൻ പറയും, ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു. അപ്പൊ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ എവിടെയൊക്കെയാണ് 11 മുതൽ 99 വരെയുള്ള സംഖ്യകൾ വന്നിരിക്കുന്നത്, ആ ആയത്തുകളൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഇന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അറബിയിൽ ആയത്തുകൾ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ നോക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മറ്റേ അഡ്വാൻറ്റേജ് കിട്ടില്ല. അതായത് ഖുർആൻ വായിക്കുന്നതിന്റെ അത്രയും പ്രതിഫലം കിട്ടില്ല. ഖുർആൻ വായിച്ച് സ്വന്തം കണ്ടുപിടിച്ചാൽ അത് വേറെ കുറെ സംഗതികളായിരുന്നു കിട്ടും. ആ ചാൻസിൽ വേറെ പല കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അത്രയും അക്ഷരം വായിച്ചതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. വേറെ പല കാര്യങ്ങൾ നമുക്ക് കിട്ടും. വേറെ ഐഡിയകളും ആശയങ്ങളും കിട്ടും. ആ കൂട്ടത്തിൽ നമ്മൾ നോക്കിയ കാര്യവും കിട്ടും. അതൊന്ന് മാത്രമല്ല, പിന്നെ ഈ പറയുമ്പോഴത്തേക്ക് ഈ സംഖ്യ എവിടെയൊക്കെ വന്നിരിക്കുന്നു, അപ്പൊ പേജിന്റെ വലതു ഭാഗത്താണോ വന്നിരിക്കുന്നത്, ഇടതു ഭാഗത്താണോ വന്നിരിക്കുന്നത്, അത് ഏത് അധ്യായത്തിലാണോ വന്നിരിക്കുന്നതൊക്കെ നമ്മളെ മനസ്സിൽ നിൽക്കും, തങ്ങി നിൽക്കും നമ്മൾ ഫിസിക്കലി നോക്കിയാൽ. AI ഉപയോഗിച്ചാൽ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജിൽ പെട്ടെന്ന് കാര്യം നടക്കും, അങ്ങനെയൊക്കെ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചോദിക്കാം നമുക്ക്. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യത്തിന്റെ റിസൾട്ട് ചോദിക്കാം. അപ്പൊ ഒരു സംഭാഷണമാണ് ചെയ്യുന്നത്, ഒരു കാര്യമായിട്ട് എടുക്കുന്നത്. താലിബൻ, അവിടെ 19, അതിൽ 19 സ്റ്റുഡൻസ് ഉണ്ട്. അലിയു മസ്മുത് താലിബിൽ ജദീദ് ഇല്ലദി ജാ ആംസി, മസ്മുത് താലിബി ജദീദ് അല്ലദി ജാ ആംസി, ഇന്നലെ വന്ന സ്റ്റുഡൻസിന്റെ, ഇന്നലെ വന്ന പുതിയ സ്റ്റുഡന്റിന്റെ പേരെന്താണ്? അലി. ഇസ്മഹു ഉസാമത്തു, ഇസ്മഹു ഉസാമത്തു. അപ്പൊ ഉസാമത്ത് എന്താണ്? ഉസാമത്തിന് എന്തുള്ള വിരൽ നമ്മൾ കൊടുത്തത്? മംനൂമിന സർഫാണ്. അപ്പൊ മംനൂമിന സർഫില് എന്തുണ്ട്? താ ഉള്ള നാമങ്ങൾ മംനൂമിന സർഫാണ്. താ ഉള്ള നാമങ്ങൾ രണ്ടായിട്ട് നമ്മൾ എഴുതണം. നമ്മളുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. ഉസാമത്തും ഫാത്തിമത്തും ഒരുമിച്ച് എഴുതാം നിങ്ങൾക്ക്. പക്ഷേ ഫാത്തിമത്ത് വേറെ തന്നെ എഴുതണം. അപ്പൊ ഫാത്തിമത്ത് എഴുതുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ അടുത്ത പേജിൽ എന്ത് വേണം? ഫാത്തിമ അല്ലാത്ത പെണ്ണുങ്ങളുടെ പേര് എഴുതണം. ജൈനബ് മുതൽ അങ്ങോട്ടുള്ള പേര് എഴുതണം. ഫാത്തിമത്തും റുഖിയത്തും ഒക്കെ ഒരു പേജിൽ എഴുതണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഉസാമത്തും ഹംസത്തും തൊൽഹത്തും ഒക്കെ വേറൊരു പേജിൽ എഴുതണം. അപ്പൊ അത് നോക്കുമ്പോൾ ആണുങ്ങളുടെ ആണെങ്കിൽ പോലും താ ഉള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്? മംനൂമിൻ സർഫാണ്. ഫാത്തിമത്തായിരുന്നാലും സൈനബ് ആയിരുന്നാലും പെണ്ണിന്റെ പേരെല്ലാം എന്താണ്? മംനൂമിൻ സർഫാണ്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹെഡിങ് ആയിട്ട് മുകളിൽ എഴുതി വയ്ക്കാം. അഹ്മദ് ഹുവ തവീലുൻ ജിദ്ദൻ. അപ്പോ ഇസ്മു ഉസാമത്ത് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു ഇസ്മു ഉസാമ, അവന്റെ പേര് ഉസാമ എന്നാണ്. അപ്പൊ അഹ്മദ് പറഞ്ഞു ഹുവ തവീലുൻ ജിദ്ദൻ, അയാള് വളരെ നീളമുള്ള ആളാണ്, അല്ലെങ്കിൽ പൊക്കമുള്ള ആളാണ്. ഇവിടെ തവീൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ള ആളാണെന്ന് അർത്ഥം. തവീൽ എന്നതിന് ഹൈറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അതേപോലെ ലെങ്ത് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. അലീസ കദാലിക, അലീസ കദാലിക എന്നുള്ളത് ഒരു പ്രയോഗമാണ്, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. അങ്ങനെയല്ലേ? അപ്പൊ എന്ത് പറയണം? അങ്ങനെയാണെങ്കിൽ ബല എന്ന് പറയാം, നഅം എന്നല്ല പറയേണ്ടത്. അലൈസ എന്ന് ചോദിച്ചാൽ, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബല എന്നാണ് പറയേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ നഅം എന്നാണ് പറയേണ്ടത്. അലൈസ, അല്ലയോ. നഅം എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം. ബല എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്, ഷുവർലി, അങ്ങനെ ആണ്. അപ്പൊ അലൈസ കദാലിക, അങ്ങനെയല്ലേ? ബല, തീർച്ചയായും അങ്ങനെയാണ്. ഹുവ തവീലുൻ ജിദ്ദൻ, അയാള് വളരെയധികം പൊക്കമുള്ള ആളാണ്. വലാകിൻ, പക്ഷേ, ലാകിന്ന ഹാമിദൻ, ലാകിന്ന ഇന്നയുടെ തോതിലാണ്, അതുകൊണ്ട് ഹാമിദൻ. ലാകിൻ ഹാമിദൻ അത്വലു മിൻഹു. അപ്പൊ എന്തായി? അത്വലു മിൻഹു, കമ്പാരിസനായി, താരതമ്യമായി, അവനേക്കാൾ വലുതാണ്. ഇന്നഹു, ആര്? ഹാമിദ്. ഇന്നഹു, തീർച്ചയായും അവൻ, ഹാമിദ്, അത്വലു താലിബിൻ,
ഹാമിദ് എന്താണ്? അത്വല് താലിബിൻ ഹയസ്റ്റ് ഓർ ടോളസ്റ്റ് സ്റ്റുഡന്റ് ഫി ഫസ്ലിന ഇൻ അവർ ക്ലാസ്. ഏറ്റവും പൊക്കമുള്ള ആളാണ് അത്വലു താലിബിൻ ഫി ഫസ്ലിന. ഒമൻ അത്വലു താലിബിൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള സ്റ്റുഡന്റ് ആരാണ്? അഹ്മദു. അത്വലു താലിബിൻ ഫി ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അത്വലു താലിബിൻ ഏറ്റവും പൊക്കമുള്ള സ്റ്റുഡന്റ് ഇബ്രാഹിമാണ്. അപ്പൊ ഇബ്രാഹിമിനടുത്ത് അപ്പുറത്ത് എഴുതണം, മുസാമയുടെ അപ്പുറത്ത്. ഉസാമ തൊലഹത്തൊക്കെ ഒരുമിച്ച് എഴുതണം. അതിന്റെ അപ്പുറത്ത് ഇബ്രാഹിം പോലുള്ള നാമങ്ങളൊക്കെ വയറുമുൻസരിപ്പായ നാമങ്ങളൊക്കെ എടുത്തപ്പുറത്ത് ഇബ്രാഹിം, ഇസ്ഹാഖ്, യാഖൂബ്, യൂസുഫ്, അങ്ങനെയുള്ള നാമങ്ങൾ. അലി. അദഫ്തറുക ഹാദാ യാ അഹ്മദു, ഇസ് ഇറ്റ് യുവർ ബുക്ക്? ഇന്ന ഖത്തക, ഖത്ത് എന്താണ്? ഇന്ന ഖത്തക ജമീലുൻ, യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ജമീലുൻ, ബ്യൂട്ടിഫുൾ, ജിദ്ദൻ, വെരി ബ്യൂട്ടിഫുൾ. ഈ ഖത്താണ് മലയാളത്തിൽ നമ്മൾ കത്തെന്ന് എഴുതുന്നത്. ആള് കത്തെഴുതൂല്ലേ? ആ കത്ത് എവിടെ നിന്നാ? ഇവിടെ നിന്നാണ്, അറബിയിൽ നിന്ന് പോയത് അങ്ങോട്ട്. കത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത്, കത്ത് എഴുത്ത്. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നേ ഉള്ളൂ. ഖത്ത് എന്നതിന് എഴുത്ത്. ഖത്താത്ത് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്നാണ് പറയുക. ഖത്താത്ത് എഴുത്തുകാരൻ പറഞ്ഞാൽ ബുക്കെഴുതുന്ന ആളല്ല. ഖത്താത്തിന് ആർട്ടിസ്റ്റ് എന്നാ പറയുക. ജമീൽ ജിദ്ദൻ, മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണോ അതാണ് സംഭവിച്ചിരിക്കുന്നതാണ്. മാഷാ അല്ലാഹ്, അള്ളാഹ് എന്തുദ്ദേശിച്ചോ അതാണ് സംഭവിച്ചത്. മാഷാ അല്ലാഹു ഖാൻ എന്ന് പറയുന്ന പോലെയാണ്. ഖാന് ആയി അല്ലെങ്കിൽ സംഭവിച്ചു. മാഷാ അവൻ ഉദ്ദേശിച്ചത് എന്താണോ അത്. മാ എന്തെന്നാണോ അത്. ഷാ അവൻ ഉദ്ദേശിച്ചു. അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണോ അത്. മാഷാ അല്ലാഹു ഖാൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. പക്ഷേ നമ്മൾ വ്യാക്ഷേപകമായി എക്സ്ക്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കണ്ണേറോ അതുപോലുള്ള മറ്റെന്തെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാകാതെയും ഇരിക്കും. നമ്മൾ ആശ്ചര്യകരമായ ഒരു സംഭവം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അഹ്മദു, ശുക്രൻ യാ അലിയു, താങ്ക് യു അലി. ഖത്തി ജമീലൻ, മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ബ്യൂട്ടിഫുൾ. വ ഖത്തുക, and your handwriting ajmalu, most beautiful. അജ്മലു, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും മനോഹരമാണ്. അലി. മൻ ഹാദൽ ഫത അല്ലദീ മഅക യാ അഹ്മദു? അൽ ഫത എന്താണ്? യുവ. അതാര് വായിച്ചിട്ടുണ്ട് ഖുർആനിൽ? ഫത സമീന ഫതൻ. അൽ കഹ്ഫിൽ ഇതിന്റെ ബഹുവചനം വന്നിട്ടുണ്ട്. ഫത്തയുടെ ബഹുവചനമാണ് ഫിത്തിയത്തുൻ. ഫത്ത അല്ലില്ലാതെ വന്നാൽ ഫത്തൻ എന്നാണ് പറയുക. അൽ വന്നാൽ അൽ ഫത്ത എന്ന് പറയും. ഫത്തയുടെ ബഹുവചനമാണ് ഫിത്തിയത്തുൻ, അല്ലെങ്കിൽ ഫത്തൻ ഏകവചനം, ഫിത്തിയത്തുൻ ബഹുവചനം. ഇന്നഹും ഫിത്തിയത്തുൻ. മൻ ഹാദൽ ഫത അല്ലദീ മഅക യാ അഹ്മദു? അഹ്മദ്, നിന്നോടൊപ്പമുള്ള ഈ യുവാവ് ആരാണ്? കഅന്നഹു അഖൂക. കഅന്ന കണ്ടിട്ട് നിന്റെ കഅന്ന ആയതുപോലെ ഉണ്ട്. കഅന്നഹു അവൻ ആയതുപോലെ ഉണ്ട്. അഖൂക നിന്റെ സഹോദരനെ പോലെ ഉണ്ടല്ലോ. അഹ്മദ് ഞാൻ വാഹി, അത് എന്റെ സഹോദരനാണ്. അശ്ശഖീഖ്, ഷഖീഖ് എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും ഒത്തത്, അതാണ് ഷഖീഖ്. കേട്ടാ, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനാണ് ഷഖീഖ്. ഫുൾ ബ്രദർ എന്ന് ഇംഗ്ലീഷ് പറയും. ഈ അഖുൻ ആർക്കും ഉപയോഗിക്കാം അല്ലെ? അഖുൻ എന്ന് പറഞ്ഞാൽ ജനറലാണ്. അഖുൻ ജനറലാണ്.
ഷെഫീഖ് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓപ്പോസിറ്റ് ആണ്, ഉമ്മായി വാപ്പയും ഒന്ന്. ഒത്തതാണ്. അങ്ങനെ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഒരു ഉമ്മാടെ വാപ്പാടെ ഒരു ഉമ്മാടെ വാപ്പാടെ മക്കള്. ഒരു ഉമ്മാടെ വാപ്പാടെ മകനാണെങ്കിൽ മനസ്സിലായല്ലോ, ഞാൻ പറയണ്ടല്ലോ. കൂടപ്പിറപ്പ് എന്ന് പറയും. അഷക്കീക്ക് പറയാൻ കാരണം എന്താ? അഷക്കീക്ക് പേരങ്ങനെയാണോ? കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയുടെ മകനാണെങ്കിൽ കൂടപ്പിറപ്പാണ്. ഒരേ ഗർഭപാത്രത്തിൽ കിടന്ന ആള്. ഇത് മലയാളത്തിൽ പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഒരുപാട് സംഗതി ഇസ്ലാമിന്റെ നിയമമുണ്ട്. വാപ്പയുടെ ഭാര്യ മരിച്ചാൽ വാപ്പക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ. അപ്പം അല്ലെങ്കിൽ വാപ്പാക്ക് 4 കല്യാണം വരെ കഴിക്കാം. ഉമ്മാനെ വേറെ കല്യാണം കഴിക്കാനാ വാപ്പ മരിച്ച. ഉമ്മാന്റെ വാപ്പ മരിച്ചാൽ വാപ്പ മരിച്ചാല് ഉമ്മാനെ വേറെ കല്യാണം കഴിക്കാം. അപ്പൊ കൂടപ്പിറപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇപ്പൊ കൂടപ്പിറപ്പ് എന്ന് പറയുന്ന പോലെയാണ്. ഷക്കീക്ക് ഉണ്ടാവൂല, ഷക്കീക്ക് ആയിരിക്കില്ല അത്. ഓക്കെ, അലി അക്ബറു മിൻക ഹുവ അം അസ്ഗറു. അപ്പോ അക്ബറു മിൻക ബിഗർ ദാൻ യു, നിന്നേക്കാൾ മുതിർന്നവനാണോ? മലയാളത്തിൽ ചോദിച്ചാൽ മുതിർന്നവൻ, മൂത്തയാളാണോ എന്നർത്ഥം. അക്ബറു മിൻക, നിന്നേക്കാളും വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ നിന്നേക്കാളും മൂത്തയാളാണോ? ഹുവ അം അസ്ഗറു, അതല്ല അവൻ നിന്നേക്കാളും ചെറിയ ആളാണോ. അസ്ഗറു മിൻക എന്നാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ചെറുതാണോ എന്നല്ല ഉള്ളതല്ല. കാരണം എന്താണ്? ഇവിടെ മിൻ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. അക്ബറു മിൻക ഹുവ അം അസ്ഗറു, നിന്നേക്കാൾ ചെറുതാണോ അതല്ല നിന്നേക്കാൾ മൂത്തയാളാണോ ഇളയാളാണോ എന്നാണ് ചോദ്യം. അഹ്മദ് ഹുവ അസ്ഗറു മിന്നി, അവൻ എന്നേക്കാളും ചെറിയ ആളാണ്. ഹുവ അസ്ഗറു മിന്നി, അവൻ എന്നേക്കാളും ചെറിയ ആളാണ്. ഓക്കെ, നമ്മളിവിടെ നിർത്തുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ പാഠത്തിന്റെ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദീസ് ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സംഖ്യ എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഖ്യയാണ്. അതിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. സംഖ്യയിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 10 കസനം മാറിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും വരാൻ പോകുന്നു. അതേസമയം ഇതെന്താണ്? ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട വിഷയമാണല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ കാര്യം നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളിത് നിയമം അറിഞ്ഞിരിക്കുക. എന്ത് ചെയ്യണം? ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് കുറച്ച് വർക്ക് ചെയ്താൽ നമുക്കത് ഉറച്ചിരിക്കും. അതിനാണ് നമ്മൾ ChatGPT അല്ലെങ്കിൽ ഖുറാൻ നേരിട്ടോ അല്ലാതെ എന്ത് ചെയ്യുക, ഈ സംഖ്യകൾ വന്നിരിക്കുന്ന 11 മുതൽ 99 വരെയുള്ള സംഖ്യകൾ വന്നിരിക്കുന്ന ഭാഗങ്ങൾ, ആയത്തുകൾ കണ്ടുപിടിച്ചിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് സൂപ്പർലേറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്, അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനില്ല. അത് നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചാൽ മതി. അപ്പൊ ആ എണ്ണം സംഖ്യകൾ കണ്ടുപിടിച്ചിട്ട് അത് ഗ്രൂപ്പിലിടുക. അപ്പം ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും, മറ്റുള്ളവർക്ക് മനസ്സിലാകും. വർക്ക് ചെയ്തവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും, വർക്ക് ചെയ്യാത്തവർക്ക് കുറച്ച് പ്രതിഫലം കിട്ടും. പ്രതിഫലം മാത്രമല്ല, അതിന്റെ എഫക്റ്റ്, പഠനത്തിന്റെ എഫക്റ്റ് കിട്ടും. സംശയം പറഞ്ഞു. സൂപ്പർലേറ്റീവിന് ശേഷം പിന്നെ ഇവിടെ പറഞ്ഞ വാക്കിന് കസറ് കൊടുത്തിട്ടുണ്ടല്ലോ, അത്വലു തോലി അങ്ങനൊക്കെ. അതങ്ങനെ അത്വലു താലിബിൻ. അപ്പോ സൂപ്പർലേറ്റീവിന് ശേഷം വരുന്നതിന് കസറ് കൊടുത്താണ് പറയേണ്ടത്. അത്വലു താലിബിൻ കസറ് കൊടുത്താണ് പറയേണ്ടത്. മൻ അത്വലു താലിബിൻ ഫീ ഫസ്ലിക്കും. അതേപോലെ അഹമ്മദ് പറഞ്ഞു അത്വലു താലിബിൻ ഫീ ഫസ്ലിന. അപ്പൊ അതും ഇതിൽ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നൗണ് വരുമ്പോ അല്ലെ, ഇസ്മ വരുമ്പോ ചെയ്യണ്ടേ? അതിനുശേഷം അത്വൽ എന്ന് പറഞ്ഞാൽ ഏത് അത്വല് എന്ന് പറയുന്നിടത്ത് നൗണേ വരുള്ളൂ. ഏത് കാര്യത്തിൽ അത്വല്? അത്വൽ താലിബിൻ, സ്റ്റുഡൻസിൽ ഏറ്റവും വലിയ ആള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിഷയം വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ നൗണേ വരുള്ളൂ. നൗണാണ്
ആ ഘടനയിൽ വരേണ്ടത്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടാ. അത് അധികവും കമ്പാരിസൺ ആണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ അവിടെ ഇതില്ല, നിന്നൊന്നുമില്ല. എന്താണ്? അള്ളാഹാണ് ഏറ്റവും വലിയവൻ. അഹ്സനു മിന്നി ലിസാനൻ എന്ന് പറഞ്ഞു. അഹ്സനു മിന്നി ലിസാനൻ, എന്നേക്കാൾ വാചാലതയുള്ളത് അദ്ദേഹമാണ്, അദ്ദേഹത്തെ കൂടെ നബിയാക്കണം. അപ്പൊ കമ്പാരിസൺ ആണ് അധികം വരുന്നത്. കാര്യം വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, കണ്ടെത്തുക, ഷെയർ ചെയ്യുക. അള്ളാഹ് നമ്മെ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ കമ്മിന്റെ ലക്ഷ്യമാണെങ്കിൽ മലക്കളോടൊപ്പം ആക്കും. അതിനുള്ള തൗഫീഖ് ചെയ്തിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.